നേന്ത്രപ്പഴം കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കരപ്പാനി റെഡിയാക്കാം. 2 അച്ച് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽട്ടാക്കിയതിന് ശേഷം ഇതിന് ചൂട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. 1/4 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു നേന്ത്രപ്പഴം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ നേന്ത്രപ്പഴം ഇതേപോലെ നല്ലൊരു കളറിൽ നമ്മൾ റെഡിയാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ഒരു റവയുടെ മിക്സിലേക്ക് 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ലെവലാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ എന്തെങ്കിലും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഇതേപോലെ വിട്ട് കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സ്നാക്ക് അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽത്തിയാണ്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കോ അതേപോലെ ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.